യേശുവിനെ മരണശിക്ഷയ്ക്ക് വിധിക്കുവാൻ മാത്രം കുറ്റം എന്താണ് ചെയ്തത് എന്ന് അന്വേഷിച്ച പീലാത്തോസിന് കിട്ടിയത് യേശുവിനെ ക്രൂശിക്കുക എന്ന് ആവർത്തിച്ചുള്ള ആക്രോശമായിരുന്നു. വെറും മരണശിക്ഷ ആയിരുന്നില്ല, മറിച്ച് ഏറ്റവും നീചമായ കുരിശുമരണമായിരുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അഗസ്റ്റസിൻ്റെ നിയമത്തിലുള്ള പരമാവധി ശിക്ഷ കൊടുക്കുക എന്നതായിരുന്നു യഹൂദരുടെ ആവശ്യം. എന്തു കുറ്റമാണ് യേശു ചെയ്തത് എന്ന പീലാത്തോസിൻ്റെ ചോദ്യത്തിന് അവർ സകല നിയന്ത്രണവും ചിന്താശേഷിയും നഷ്ടപ്പെട്ട് യേശുവിനെ ക്രൂശിക്കുവാൻ അലറുന്നു. കുരിശുമരണത്തിലൂടെ സകല അപമാനവും യേശു സഹിക്കണം. ഇവിടെ പരമോന്നത ന്യായാധിപൻ കുറ്റം ആരോപിക്കപ്പെട്ടവൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ തന്ത്രപ്പെടുന്നു. യേശു എന്തു തിന്മ പ്രവർത്തിച്ചു എന്ന പീലാത്തോസിൻ്റെ ചോദ്യത്തിലൂടെ യേശുവിൽ കുറ്റകരമായി ഒന്നുമില്ലെന്ന് പീലാത്തോസ് സാൻഹെദ്രീനോട് പറയുന്നു. പീലാത്തോസ് ഭീരുവായതുകൊണ്ട് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിടുന്നു. മർക്കോസിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യപുത്രൻ തിരസ്കരിക്കപ്പെടും എന്ന യേശുവിൻ്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിച്ചത്. യേശു നിരപരാധിയാണെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. എന്നിട്ടും യേശുവിനെ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു.